എന്റെ സ്ഥാപനത്തിൽ വെളുത്തവര് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ചെല്ലുമ്പോൾ നോക്കണേ കറുത്ത കുട്ടികളുണ്ടോ? അത് പറയാമോ? കറുത്ത സിനിമാ നടികളുണ്ട്. അവർ കറുപ്പിച്ചാണോ ഡയറക്ടർ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന ക്യാമറയുടെ? അവരെ വൃത്തിയാക്കി മേക്കപ്പ് ചെയ്താലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, അടൂരിലുള്ള ഒലീവിയ ഡിസൈൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെതിരെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ തന്നെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളുകളടക്കം ഒരുപാട് പേരാണ് ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് കരുതി തന്നെ ഇരുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ആധികാരികമായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ലാത്ത ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ വ്യൂസിന് വേണ്ടി അങ്ങനെ വീഡിയോസ് ചെയ്യാറുമില്ല. പക്ഷേ ഇവർ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോഴും അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. ഇതിലാദ്യം കാണിച്ചിരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഒലീവിയയുടെ ഓണറായിട്ടുള്ള ആൾ ലേഡി തന്നെ പറയുന്നതാണ്. അവർ പറയുന്ന എത്രയോ കറുത്ത ആളുകളുണ്ട്, സിനിമാ നടികളുണ്ട്, അവരെയൊക്കെ അതേപോലെ തന്നെയാണ് വീഡിയോയുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അവരെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കേണ്ട ആവശ്യമുള്ള ഒരു കളറാണ് കറുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. കറുത്തത് മോശമല്ല. പിന്നെ അത് ബൈ മിസ്റ്റേക്കിൽ പറഞ്ഞായിരിക്കും, ആ ഒരു അർത്ഥത്തിലും പറഞ്ഞായിരിക്കില്ല. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്ന ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് കുറച്ച് കളറൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നതായിരിക്കാം. എന്താണെങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം കറുത്ത കളർ മോശമല്ല. കറുത്തതിലും വെളുത്തതിലും വീഡിയോ ചെയ്താലും എല്ലാവരും മോശമെന്ന് വിചാരിക്കില്ല എന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞു. പ്രമുഖനായ CPM നേതാവായ മനോജാണ്. ഈ മനോജിന്റെ നേതൃത്വത്തിലാണ് ഇവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് കേസ് അടക്കം വന്നു കഴിഞ്ഞാൽ തന്നെ മനോജിന്റെ ഇടപെടൽ മൂലം ഈ കേസുകളൊക്കെ ഇല്ലാതാവുകയാണ്. ഇത് മറുനാടൻ മലയാളിൽ വന്നൊരു വാർത്തയാണ്. സ്ഥലത്തെ പ്രധാന CPM നേതാവായ മനോജ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നു. അതായത് എന്തൊക്കെ അലിഗേഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവർക്കെതിരെ വന്നാലും പരാതികൾ വന്നാലും പോലീസ് സ്റ്റേഷനിലടക്കം ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഈ മനോജ് എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നൊക്കെ ഊരിക്കൊടുക്കാനായിട്ട്. ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? കാരണം തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉടലെടുത്തിയ ഒരു പ്രസ്ഥാനം, അതിൻ്റെ നേതാവായിട്ട് നിൽക്കുന്ന ഒരാൾ തൊഴിലാളികൾക്കെതിരെ തന്നെ നിൽക്കുകയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ന്യായമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ അവർക്കെതിരെ നിന്ന് അല്ലെങ്കിൽ അവരുടെ പരാതികളെല്ലാം തേച്ച് മാച്ച് കളയാനാണോ കൂടെ നിൽക്കണ്ടേ? എന്തുകൊണ്ട് പാർട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ഇനി ഇതൊരു അലിഗേഷൻ മാത്രമാണെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ ഈ പറഞ്ഞേക്കുന്ന പോലെ പാർട്ടിയും അതുപോലെ തന്നെ ഈ നേതാവും എല്ലാം ബാധ്യസ്ഥനല്ലേ? അതോ തൊഴിലാളികൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഉടലെടുത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് ഇരുന്നുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാന്നുള്ള അവസ്ഥയാണോ? അതെല്ലാം പോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും 28 വയസ്സിൽ താഴെയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. യുവാക്കൾക്ക് വേണ്ടി ഇവിടെ ഒരു യുവജന കമ്മീഷൻ ഉണ്ടല്ലോ. അവരിതിനെക്കുറിച്ച് അന്വേഷിക്കാനോ സംസാരിക്കാനോ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഈ പോസിറ്റീവ് കമന്റുകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഡിലീറ്റ് ആയി പോവുകയും നെഗറ്റീവുകളെ എത്ര വൾഗറായിട്ട് ചെയ്യുന്ന നെഗറ്റീവ് കമന്റുകളെ പിൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയത്. ഇത് ഒലീവിയ ഡിസൈൻസിൻ്റെ ഓണർ നൽകുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. അതായത് ഇവരുടെ സ്ഥാപനത്തിനെക്കുറിച്ച് ആദ്യം ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒലീവിയ ഡിസൈൻസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ്. അതിൽ താഴെ വന്ന പോസിറ്റീവ് കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും നെഗറ്റീവ് കമൻറ്റുകളെല്ലാം പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളാണിത്. അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള കാര്യം, എന്താണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു, ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളിടുന്ന വീഡിയോയുടെ കമൻറ്റ് എന്തിനാണ് ഓഫ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവ് കമൻറ്റുകൾ അവിടെ എന്താണ് റിഫ്ലക്റ്റ് ആവുമല്ലോ, അത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാമല്ലോ. എന്തിനാണ് ഓഫ് ചെയ്യുന്നത്? മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ പിൻ ചെയ്ത് വയ്ക്കുമ്പം നിങ്ങളുടെ സ്വന്തം വീഡിയോയിലെങ്കിലും കമൻറ്റ് ഓഫ് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റുകൾ ആരെങ്കിലും കാണുമല്ലോ. അങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ എന്താ അത് നിങ്ങൾക്ക് പേടിയാണോ? ആവശ്യമില്ലാത്തതിനെ ഒന്നും പോകാൻ നിൽക്കില്ല കേട്ടോ. യാതൊരു അത്രയും സീൻ ഉള്ളതുകൊണ്ട് കാരണം ഇവിടെ ഒത്തിരി അവർ ഷോപ്പിന്റെ രീതിയിൽ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും ഒരുപാടുള്ള ഏത് രീതിക്ക് വേണമെങ്കിലും. ഇത് കൺമണി എന്ന് പറഞ്ഞ കുട്ടി വീഡിയോ ഇട്ടതിനെ തുടർന്ന് ഇവരുടെ സ്ഥാപനത്തിലെ ഒരു ലേഡി ആ കുട്ടിയോട് വിളിച്ച് സംസാരിച്ചു. ഇവർ ഓണർ പോലും അറിയാണ്ട് വിളിച്ച് സംസാരിച്ചതിൻ്റെ റെക്കോർഡാണെന്നും പറഞ്ഞ് ഇവർ ആ വീഡിയോ കേൾപ്പിച്ചേക്കുന്ന ഒരു സൗണ്ടാണിത്. അതിൻ്റെ അതൊരു ചെറിയ ഭാഗം. അതായത് ഇയാളിനെ ഒരു പരിപാടിക്കും പോകരുത്, പിടിപാടുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ജോലിക്ക് വന്ന് 2-3 ദിവസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടിയോടുള്ള ആ ചേച്ചിയുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ നമുക്കൊന്നും നമിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഓണർ പോലും അറിയാണ്ട് വിളിച്ച ഈ കോൾ റെക്കോർഡിങ് ഓണർ ഈ ചേച്ചി അറിയാണ്ട് എങ്ങനെ അടിച്ചു മാറ്റിയാവോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിലും ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തോട് ചെറിയ വിയോജിപ്പുണ്ട്. പിടിപാടുള്ളവർ കാണിക്കുന്ന എല്ലാ വൃത്തികളും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ചേച്ചി. അത് കാശുള്ളവനാണേലും ഇല്ലാത്തവനാണേലും പിടിപാടുള്ളവനാണേലും ആരാണേലും. ഇതിൽ ഇവർ പറയുന്നത് ഇവർ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ട് കമ്മീഷനാണെന്നാണ്. ഇവരുടെ വോയിസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയരുത്. കാരണം ഇവരിതിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് കമ്മീഷനാണ്, പക്ഷേ ഈ 15,000 താഴെ കിട്ടിയ ആളുകളില്ല എന്നാണ് ഇവർ പറയുന്നത്. ശരിയായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ ഇവർ ഇതിനു മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോയിൽ പറയുന്നത് 25,000 സാലറി എന്ന് തന്നെയാണ്, കമ്മീഷൻ എന്നല്ല. സാലറിയും ഇൻസെൻറ്റീവും കമ്മീഷനും ഒക്കെ പലതും പലതാണെന്നാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ അറിവും. ഇനിയിപ്പം അങ്ങനെ അല്ല എന്നുണ്ടോയെന്ന് അറിയില്ല. അത് പറയുമ്പോൾ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഇവർ പറയുമായിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാകില്ലായിരുന്നു. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയല്ലേ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നത് ആദ്യം.
ആ ഇൻ്റർവ്യൂ എടുക്കുന്ന അൽത്താഫിന് ബോധമുള്ളതുകൊണ്ട് അവൻ കൃത്യമായിട്ട് ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് 25,000 വരെ എന്നെങ്കിലും പറയാമായിരുന്നു, കേൾക്കുന്നവനെ മനസ്സിലാവുമെങ്കിലും ചെയ്തേനെ ഇത് ഫിക്സഡ് ഇൻകം അല്ല, സാലറി അല്ല എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം 15 ദിവസം നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് ഇഷ്ടമില്ലെങ്കിൽ നിർത്തി പോകാം, എന്തുകൊണ്ട് ഇവരാരും പോകുന്നില്ല എന്ന്. ആ സമയത്ത് 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ട്രെയിനിങ് സമയത്ത് സാലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം അവർക്ക് കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു നിയമവശങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. എനിക്ക് ഒരുപാട് ധാരണയില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. കാരണം ഞാൻ കണ്ടേക്കുന്ന കമ്പനികളെല്ലാം ട്രെയിനിങ് സമയത്ത് ഇൻകം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ജോലിക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ വീട്ടിലൊരു ജോലിക്ക് കയറി എന്ന് പറഞ്ഞു വരുന്ന ആളുകളായിരിക്കും. പിന്നീട് പലരും പല ജോലിയിലും, നിങ്ങളെ മാത്രമല്ല പല ജോലികളിലും നിർബന്ധിതരാകുന്നുണ്ട് തുടരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നിർത്തിപ്പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വീട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്യൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലർ പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെ ഇൻകം കിട്ടുമെന്ന് നോക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്ത ആളുകളുണ്ട്, പക്ഷേ അത്രയും കിട്ടുന്നില്ല എന്ന്. എന്താണെങ്കിലും മറ്റുള്ളവരുടെ നിസ്സഹായാവസ്ഥയെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരം മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ കോടതിയിൽ പോയി തെളിയിച്ചോളാം. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും കോടതിയിൽ പോയി തെളിയിക്കേണ്ടതല്ലേ, അതല്ലേ നല്ലത് എന്ന്. നിങ്ങളുടെ വിഷമം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കുന്ന ആളുകളുടെ നിങ്ങളുടെ സ്റ്റാഫുകളായിട്ട് വന്ന ആളുകളാണ് കൂടുതലും പേര്. അവരെ സംബന്ധിച്ച് ദിവസവേതനത്തിന് വരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ഈ കേസുകളുടെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഇതിൻ്റെ പുറകെ നടന്ന് ഓരോ ദിവസം ഉള്ള ജോലി കളഞ്ഞ് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അവരുടെ ഈ ഒരു അവസ്ഥയെ പുച്ഛിക്കരുത്. അങ്ങനെ മറ്റുള്ളവരുടെ അവസ്ഥയെ പുച്ഛിച്ച് മുന്നോട്ട് പോയേക്കുന്ന ആരും ഒരുപാട് ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വിഷമം കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകുന്നതാണെങ്കിൽ പോട്ടെ, അതങ്ങനെ അങ്ങ് നടക്കട്ടെ. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. മറുപടി പറയാനാണെങ്കിൽ ചക്ക എന്ന് പറയുമ്പോൾ കൊക്കെന്നാണ് മറുപടി പകുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പകുതി എണ്ണത്തിന് വ്യക്തമായ മറുപടി ഇല്ല. ഈ അൽത്താഫ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ 2 പേരെ വെച്ച് നിർബന്ധമായിട്ടും ജോലിക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ 5,000 വെച്ച് 10,000 രൂപ കട്ട് ചെയ്യുമെന്ന്. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ എന്നെ ന്യായീകരിക്കുമല്ല, അതിനുള്ള മറുപടി അല്ല കൃത്യമായിട്ട് കൊടുക്കുന്നത്. പകരം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ സൗണ്ടാണെന്ന് വ്യക്തതയുണ്ടോ, അതിനെന്നെ ഉറപ്പിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഉറപ്പിച്ചൊരു മറുപടി പോലും കൊടുക്കാൻ പറ്റുന്നില്ല, അത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സൗണ്ട് അല്ല, അത് അയാളല്ല പറഞ്ഞത് എന്ന്. അതിനുശേഷം നിങ്ങൾ പറയുന്നത്, അങ്ങനെ 2 പേരെ ജോലിക്ക് കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ ഫൈൻ അടിച്ച് ആരെങ്കിലും ഉണ്ട് എന്ന് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാമെന്നോ എന്തോ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ സാലറി കട്ട് ചെയ്തിട്ടില്ല, ഫൈൻ അടിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ? അതിൻ്റെ അകത്ത് എന്ത് ന്യായമായിരിക്കുന്നത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോട് ഈ അൽത്താഫ് ചോദിക്കുന്നുണ്ട്, മുതലാളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന്. പിന്നെ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം എങ്ങും തൊടാത്ത രീതിയിലൊക്കെ മറുപടി പറയാൻ പലതവണ നോക്കുന്നുണ്ട്. അവസാനം മുതലാളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കും നിങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവിടെ കംഫർട്ടായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ചെയ്യട്ടെ, നല്ലത്. കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം പൂട്ടിപ്പോകണമെന്ന് യാതൊരു രീതിയിലും ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. ഇനി അതല്ല, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ അതും തെളിയിക്കപ്പെടണം. സാധാരണ ജോലിക്ക് വരുന്ന സാധാരണക്കാരും ചൂഷണം ചെയ്യപ്പെടുന്നത് ശരിയല്ലല്ലോ.